ഫോട്ടോങ്ങിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സാധനം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും, പിന്നെ ഫേസ്ലെസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ ആൾക്കാർ ആഗ്രഹിക്കുന്ന, ഇപ്പോൾ ഓൾറെഡി ഫേസ്ലെസ് ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും, അതായത് മുഖം കാണിക്കാൻ താല്പര്യമില്ലാതെ നമുക്ക് യൂട്യൂബിനകത്ത് വരുമാനം മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരുപാട് പേരുടെ ചാനലുകളൊക്കെ ടെർമിനേറ്റ് ആയി പോകുന്നുണ്ട് കേട്ടോ. ചാനൽ ടെർമിനേറ്റ് ആവുന്നുണ്ട്, മോണിറ്റൈസേഷൻ കട്ടാവുന്നുണ്ട്, ഇന്നോതന്റിക് കണ്ടന്റ് കാണിച്ചിട്ട് മോണിറ്റൈസേഷൻ കട്ടാവുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതായത് ഫേസ് കാണിക്കാതെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ ഒരു വിഷയം വന്നേക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് നമ്മുടെ ഫേസ് കാണിക്കാതെ നമുക്ക് യൂട്യൂബിനകത്ത് ഏണിങ്സ് ഉണ്ടാക്കാനാവും. ഫേസ് കാണിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കാണ് മെയിൻ ആയിട്ടുള്ള ഉപകാരം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരമാവധി വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്തൊക്കെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടത്, ഫേസ്ലെസ് ചാനലുകൾക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ നമുക്ക് മോണിറ്റൈസേഷൻ ആക്കാനാവും, പെട്ടെന്ന് എങ്ങനെ റീച്ച് ആക്കാനാവും, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. പരമാവധി വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് സർവീസുകളിലൊക്കെ, അതായത് നമ്മുടെ ജാഫോട്ടൊക്കെ ചാനലിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് സർവീസ് കൊടുക്കുന്നുണ്ട്, പേഴ്സണൽ ഗൈഡൻസ് എല്ലാം കൊടുക്കുന്നുണ്ട്, ഗ്രൂപ്പ് സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പുകളിലുള്ള എനിക്ക് 6 ഗ്രൂപ്പുണ്ട്. 6 ഗ്രൂപ്പിലായിട്ട് ഒരുപാട് പേര് ഫേസ്ലെസ് ചാനലുകൾ ക്രിയേറ്റ് ആക്കിയിട്ട് അതിൻ്റെ അന്ന് പൈസ ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ നമ്മുടെ 6ാമത്തെ ഗ്രൂപ്പിൽ ഒരാൾ നല്ല രീതിയിലുള്ളൊരു സ്റ്റോറി ടെല്ലിംഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല ക്ലിക്കായി, അത്യാവശ്യം നല്ല രീതിയിലുള്ള മോണിറ്റൈസേഷനൊക്കെ ആയി വരുമാനം മേടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കണം, നമ്മൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുന്നത്. ആരും ബോറടിക്കാതെ കുത്തിയിരുന്ന് കേൾക്കണം. അങ്ങനെയാണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഫേസ്ലെസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇന്നോതന്റിക് കണ്ടന്റ് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പാടില്ല എന്നതാണ് ഇന്നോതന്റിക് കണ്ടന്റ്. പിന്നെ അതുപോലെ തന്നെ നോ എഫേർട്ട് കണ്ടന്റ്, നിങ്ങൾക്ക് യാതൊരു എഫേർട്ടും എടുക്കാതെ ചെയ്യുന്ന കണ്ടന്റുകൾ, അത് നമ്മുടെ വീഡിയോസിൻ്റെ അകത്ത് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പാടില്ല. പിന്നെ എ ഐ കണ്ടന്റുകൾ അത് എവിടെ നിന്നൊക്കെ ഡൗൺലോഡ് എടുക്കുന്ന എ ഐ കണ്ടന്റുകൾ, നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന എ ഐ കണ്ടന്റുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കണ്ടന്റുകൾ നേരെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പാടില്ല. പിന്നെ നമുക്ക് ഈ സ്ലൈഡ് ഷോ കണ്ടന്റുകൾ, നമുക്കറിയാം, ഒരു ഫോട്ടോ മാത്രം വെച്ചിട്ട് അതിനകത്ത് എഴുതി കൊടുത്തിട്ട് സ്ലൈഡ് ഷോ കൊടുത്തിട്ട് ചെയ്യുന്ന കണ്ടന്റുകൾ, അതൊക്കെ ഇപ്പം ചാനലുകളുടെ എല്ലാം മോണിറ്റൈസേഷൻ ഇന്നോതന്റിക് കണ്ടന്റ് കാണിച്ചിട്ട് കട്ടായി പോകുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നോതന്റിക് കണ്ടന്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ മൈൻഡ്ലെസ് കണ്ടന്റുകൾ, ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾ ഫേസ്ലെസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത്തരം വീഡിയോസ് കാറ്റഗറീസ് കാര്യങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ, ഞാൻ ഏകദേശം വീഡിയോസിലും പറയുന്നതാണ്, മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ 60% നമുക്കും, യൂട്യൂബ് വരുമാനത്തിന് 60% നമുക്കും, 40% യൂട്യൂബിനാണ് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിന് ഉപകാരപ്പെടുന്ന ചാനലുകൾ മാത്രമേ യൂട്യൂബ് മോണിറ്റൈസേഷൻ ആക്കാൻ സമ്മതിക്കത്തുള്ളൂ. അതിപ്പോൾ ഫേസ്ലെസ് ചാനലായാലും ഫേസ് കാണിക്കുന്ന ചാനലുകളായാലും യൂട്യൂബിന് ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഉപകാരമുണ്ട്, അതിൻ്റെ അകത്ത് യൂട്യൂബിന് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് യൂട്യൂബിന് തോന്നുന്ന സംഭവങ്ങൾ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ ആവുള്ളൂ. പിന്നെ അതുപോലെ നമുക്കറിയാം, ഇപ്പം AI ഡിറ്റക്ഷനാണ്, റിവ്യൂ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും മോണിറ്റൈസേഷൻ റിവ്യൂ ആയാലും വേറെ എന്ത് പ്രശ്നം വന്നിട്ടുള്ള റിവ്യൂ ആയാലും എല്ലാം AI ഡിറ്റക്ഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. നമ്മുടെ എന്തെങ്കിലും ചെറിയ മൈന്യൂട്ടായുള്ള പ്രശ്നമുണ്ടെങ്കിൽ അതും ചാനലിലെ മോണിറ്റൈസേഷനൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. പറഞ്ഞൊന്നും വേറൊന്നുമല്ല, ഫേസ്ലെസ് ചെയ്യാൻ പറ്റുന്ന കാറ്റഗറീസ് ചാനലുകൾ മാത്രം ഫേസ്ലെസ് വീഡിയോ ചെയ്യാൻ നോക്കുക. ഫേസ് കാണിച്ച് ചെയ്യേണ്ട ചില ചാനലുകളുണ്ട്, അത് ഫേസ് കാണിച്ച് തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ. അത് ഫേസ്ലെസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യുക, നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. അതേപോലെ തന്നെ മുന്നോട്ട് ആ ചാനൽ റീച്ചും ആകത്തില്ല. നമുക്കറിയാം, നമുക്കിപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഫേസ്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് കാറ്റഗറീസ് ഞാൻ പറയാം. അതായത് മോട്ടിവേഷൻ ചെയ്യുന്ന വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാം, ഫേസ്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ചാനലുകളുണ്ട്. പിന്നെ വരുന്ന നമ്മുടെ ഡോക്യുമെൻ്ററി വീഡിയോസ്, പിന്നെ അതുപോലെ തന്നെ ട്യൂട്ടോറിയൽ വീഡിയോസ്, ഈ എഡ്യൂക്കേഷൻ ചാനലുകളിലൊക്കെ ട്യൂട്ടോറിയൽ വീഡിയോസ്, പിന്നെ ആപ്ലിക്കേഷൻ്റെ ഒക്കെ ട്യൂട്ടോറിയൽ വീഡിയോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫേസ്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫേസ്ലെസ് ആയിട്ട് ചെയ്യേണ്ടത് മാത്രം ഫേസ്ലെസ് ആയിട്ട് ചെയ്യുക. മറ്റേ ഫേസ് കാണിച്ച് ചെയ്യേണ്ട ചാനലുകൾ അത് അങ്ങനെ തന്നെ ചെയ്യണം. എന്നാലും അത് മുന്നോട്ട് മോണിറ്റൈസേഷനും, പിന്നെ അതേപോലെ തന്നെ നമുക്കത് ആൾക്കാർക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വ്യൂവേഴ്സിനെ നമുക്ക് കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്കത് കൊടുക്കാനും പറ്റത്തുള്ളൂ. നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ AI കണ്ടന്റ് നമ്മളിപ്പം ഫേസ്ലെസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കണം, നമുക്ക് കൂടുതലും നമ്മൾ AI ആപ്ലിക്കേഷൻ വെച്ചിട്ട് AI വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഫേസ്ലെസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ നമ്മുടെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തെടുത്തതിന് ശേഷം, അതായത് നമ്മുടെ ഫോണിൽ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം അതിന് വോയിസ് ഓവർ കാര്യങ്ങൾ കൊടുത്തിട്ട് നമ്മൾ ചെയ്യണം. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഫേസ് കാണിക്കാതെ വീഡിയോസ്, ചിലപ്പോൾ കുക്കിംഗ് ചാനൽ കാര്യങ്ങളൊക്കെ അങ്ങനെ വരാം, അല്ലേ? കുക്കിംഗ് വീഡിയോസിന് ചിലപ്പോൾ നമ്മൾ ഫേസ് കാണിക്കില്ല, നമ്മൾ കുക്ക് ചെയ്യുന്നു, അതിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നു, നമ്മൾ ഫേസ് കാണിക്കുക, നമ്മൾ വോയിസ് ഓവർ കാര്യങ്ങൾ കൊടുക്കുന്നു. അതേപോലെ തന്നെ ഫേസ്ലെസ് ആയിട്ട് ചെയ്യുന്ന ഈ സ്റ്റോറി ടെല്ലിംഗ് ചാനലുകൾ, പിന്നെ അതുപോലെ തന്നെ ഡോക്യുമെൻ്ററി, ഈ എഡ്യൂക്കേഷൻ വീഡിയോസ് ഒക്കെ ആണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമ്മൾ AI വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവും, അല്ലേ?
അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഒരു എഫേർട്ട് നമ്മൾ അവിടെ കൊടുക്കണം എന്നുള്ളതാണ്. അതായത് എഫേർട്ട്ലെസ് ആയിട്ടുള്ള വീഡിയോസ് വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് വെറുതെ അതേപോലെ തന്നെ എടുത്ത് അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ക്രിയേറ്റ് ആക്കിയിട്ട് അതിന് നമ്മുടെ വോയിസ് ഓവർ നമ്മൾ തന്നെ അതിൻ്റെ വോയിസ് ഓവർ കാര്യങ്ങൾ കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. എങ്കിൽ മാത്രമേ മുന്നോട്ട് നമുക്കിത് മോണിറ്റൈസേഷൻ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരേ രീതിയിലുള്ള കണ്ടന്റുകൾ, അതായത് ഒരേ ടൈപ്പ് ഓഫ് കണ്ടന്റ് അപ്ലോഡ് ആക്കാൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെ ഒരേ തമ്പനെയിൽസ്, അതായത് ഞാൻ പറഞ്ഞ റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്, അതല്ലെങ്കിൽ ഇന്നോതന്റിക് കണ്ടന്റ് കാണിച്ചിട്ട് നമ്മുടെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയിപ്പോൾ. മോണിറ്റൈസേഷൻ ആയാൽ തന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ റിജക്റ്റ് ആയിപ്പോൾ ഇത്തരത്തിലുള്ള ചാനലുകൾക്ക്. ഈ ലോട്ടറി ആയി ബന്ധപ്പെട്ട ചാനലുകളൊക്കെ ഉണ്ട്, ഒരേപോലത്തെ സംഭവങ്ങൾ ഫേസ്ലെസ് ആണ് അല്ലേ. അപ്പോൾ വെച്ച് ക്രിയേറ്റ് ആക്കുന്നത് തന്നെ ഒരേപോലത്തെ സംഭവങ്ങൾ നമ്മൾ അതിൻ്റെ തമ്പനെയിൽസ്, ടൈറ്റിൽസ്, വീഡിയോസ് എല്ലാം ഒരേ മോഡൽ ചെയ്യാൻ പാടില്ല. വ്യത്യസ്തമായ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇന്നോതൻ്റെ കണ്ടന്റ് കാണിച്ചിട്ട് മോണിറ്റൈസേഷൻ കട്ടായി പോകും. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മളൊരു കണ്ടന്റ് വെച്ച് ക്രിയേറ്റ് ആക്കുവാണെങ്കിൽ നമ്മൾ സാധാരണ ഒരാളുടെ ഫേസ് മാറ്റി നമ്മൾ വേറൊരാളുടെ ഫേസ് വെച്ചിട്ടാണ് നമ്മൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അറിയാലോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു സാധാരണ ഒരു സ്ഥലത്തിൻ്റെ ഇത് മാറ്റി ഒരാൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ആപ്ലിക്കേഷൻ ഇത് വെച്ചിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ അൾട്ടേഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അൾട്ടേഡ് വീഡിയോസ്, അങ്ങനെ അൾട്ടേഡ് വീഡിയോസ് ഉണ്ടാക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സെറ്റിംഗ്സിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണിക്കും അൾട്ടേഡ് കണ്ടന്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് നമ്മൾ യെസ് കൊടുക്കുക തന്നെ വേണം. അത് നിങ്ങൾ ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ അൾട്ടേഡ് കണ്ടന്റ് നോ കൊടുത്തിട്ട് നിങ്ങൾ അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്കത് മുന്നോട്ട് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടാകും. കാരണം ഇതുവരെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. എന്നാലും ഇനി മുന്നോട്ട് അത് അൾട്ടേഡ് കണ്ടന്റ് എന്ന ഓപ്ഷൻ അവിടെ യെസ് നോ കൊടുക്കാൻ വെച്ചേക്കുന്നത് തന്നെ എന്താണ്, അൾട്ടേഡ് കണ്ടന്റ്. ഇപ്പോൾ യൂസ് എന്ന് കാണിക്കുന്നത് യൂസ്, ആ ഒരു സംഭവം നമ്മൾ അൾട്ടേഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ യെസ് കൊടുത്തിട്ട് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ അത് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ മോണിറ്റൈസേഷനെയും ചാനലിനെയൊക്കെ മൊത്തത്തിൽ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? അതായത് എത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത്, ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ കിട്ടത്തില്ല എന്നുള്ളത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ലെസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ നല്ല രീതിയിലുള്ള എഫേർട്ട് ഇട്ട്, ഹ്യൂമൻ എഫേർട്ട്, അതായത് നമ്മുടെ രീതിയിലുള്ള എഫേർട്ട് ഇട്ടിട്ട് വേണം ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൾക്കാർക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ടോപ്പിക്ക് ചെയ്യാൻ നോക്കുക, റീച്ച് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.